കർഷക സമരം ശക്തമാകുന്ന പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ഖനൌരിയിൽ ഇന്ന് കർഷകരുടെ മഹാപഞ്ചായത്ത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കർഷകർ മഹാപഞ്ചായത്തിൽ പങ്കെടുക്കുന്നതിന് ഖനൌരി അതിർത്തിയിലേക്ക് എത്തുന്നുണ്ട്. മിനിമം താങ്ങുവിലയ്ക്ക് നിയമപരമായ ഉറപ്പ് നൽകും വരെ ഈ പോരാട്ടം തുടരണമെന്ന് നിരാഹാരമിരിക്കുന്ന കർഷക നേതാവ് ജഗ്ദീപ് സിംഗ് ദല്ലേവാൾ ആവശ്യപ്പെടുകയും ചെയ്തു. നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചെയ്തത്. നിതിൻ, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മളിവിടെ തിരുവനന്തപുരത്താണ്. നിതിൻ അറിയാം, ഇവിടെ ഒരുപാട് നാൾ ജോലി ചെയ്ത ആൾ കൂടിയാണ്, മാധ്യമപ്രവർത്തനം കൂടിയാണ് നിതിൻ. അപ്പോൾ ഇവിടെ നിന്നാണ് നേരത്തെ നിതിൻ ഉണ്ടായ സ്ഥലത്തു നിന്നാണ് നമ്മൾ നിതിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ആദ്യം ആ വാർത്ത അറിയണം. വീണ്ടും കർഷകർ ഒന്നിക്കുന്നു, സമരവുമായി മുന്നോട്ട് പോകുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ആവശ്യം? ഇത് മുൻപ് ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ചെങ്കിലും അവർക്ക് ഡൽഹിയിലേക്ക് മാർച്ച് നടത്താനൊക്കെയുള്ള അനുമതി നിഷേധിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ ഖനൌരിയിലെ ഈ മഹാപഞ്ചായത്ത് ആവശ്യപ്പെടുന്നത് എന്താണ്? സമരത്തിൻ്റെ ഒരു സ്വഭാവം അത് ഏത് രീതിയിലാണിപ്പോൾ? പ്രജിൻ, നമുക്കറിയാം, രാജ്യം ഏറ്റവും വലിയ ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു ഒന്നാം കർഷക സമരം. ഏതാണ്ട് മാസങ്ങളോളം നീണ്ടു നിന്നു. അതിനുശേഷമാണ് നരേന്ദ്രമോദിക്ക് 3 കാർഷിക നിയമങ്ങളും പിൻവലിക്കേണ്ടി വന്നത്. പിന്നീട് ചില ഉറപ്പുകൾ നൽകിയിരുന്നു. ആ ഉറപ്പുകൾ പാലിക്കാത്തതിനെ തുടർന്നാണ് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ കർഷകർ വീണ്ടും സമരത്തിന് ഇറങ്ങിയത്. എന്തായാലും കഴിഞ്ഞ ഒരു മാസത്തിലധികമായി കർഷക നേതാവ് ജഗ്ജീത് സിംഗ് ദല്ലേവാൾ, സംയുക്ത കിസാൻ മോർച്ചയുടെ രാഷ്ട്രീയതര വിഭാഗവും കിസാൻ മസ്ദൂർ മോർച്ചയുടെ സംഘടനകളും ചേർന്നുള്ള സമരം ഇപ്പോൾ ഡൽഹിയിലെ വിവിധ അതിർത്തികൾ, പ്രത്യേകിച്ചും ഹരിയാന പഞ്ചാബ് അതിർത്തിയെ ശംഭു, ഖനൌരി അടക്കമുള്ള അതിർത്തികളിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. കഴിഞ്ഞ 30 ദിവസമായി ജഗ്ജീത് സിംഗ് ദല്ലേവാൾ അവിടെ നിരാഹാര സമരം കഴിയുകയാണ്. നിരാഹാര സമരം കഴിയുന്ന ജഗ്ജീത് സിംഗ് ദല്ലേവാളിന്റെ ആരോഗ്യനില മോശമായി തുടരുന്നുണ്ട്. ഇതിനിടയിലാണ് ഇന്നിപ്പോൾ കർഷകരുടെ മഹാപഞ്ചായത്ത് പഞ്ചാബിലെ ഖനൌരിയിൽ ചേരുന്നത്. സംസ്ഥാനത്തെ വിവിധ കർഷകരും വിവിധ സംസ്ഥാനങ്ങളിലുള്ള കർഷകരും എന്തായാലും ഈ മഹാപഞ്ചായത്തിലെത്തും. തുടർ സമര പരിപാടികളെല്ലാം തന്നെ പ്രഖ്യാപിക്കും. എന്തായാലും ഏത് നിമിഷവും ഡൽഹി ചലോ മാർച്ചിന് തയ്യാറായിരിക്കുകയാണ് അതിർത്തികളിൽ കർഷകർ. കർഷകരെ തടയാനായി ഹരിയാന പോലീസ് നിലയുറപ്പിച്ചിട്ടുണ്ട്. അതിനിടയിൽ ദല്ലേവാളിന്റെ ആരോഗ്യസ്ഥിതി മോശമാവുന്നതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന ഇടപെടൽ സുപ്രീംകോടതിയുടെ ഭാഗത്തും ഉണ്ടെങ്കിലും പഞ്ചാബ് സർക്കാരിന്റെ ഭാഗത്തും ഒരു നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിൽ സുപ്രീംകോടതിയുടെ ഭാഗത്തും നിരന്തര വിമർശനം ഉണ്ടാകുന്നുണ്ട്. എന്തായാലും പോലീസ് അത്തരമൊരു നടപടിയിലേക്ക് കടക്കുകയാണെങ്കിൽ വലിയൊരു സംഘർഷങ്ങളിലേക്ക് പോകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ പരമാവധി സമവായത്തിലൂടെ കർഷകരെ ഈ സമരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ചർച്ചയിലൂടെ എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കണ്ടെത്തണമെന്നൊരു ആവശ്യമാണ് കർഷകർ നിരന്തരം ഉന്നയിക്കുന്നത്. അതല്ലാത്ത പക്ഷം ഏത് കാലാവസ്ഥയെ അതിജീവിച്ചും അതിർത്തിയിൽ തുടരുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഉത്തരേന്ത്യയിൽ ഇപ്പോൾ അതിശൈത്യമാണ്. ഏതാണ്ട് 5 ഡിഗ്രി സെൽഷ്യസിൽ താഴെയാണ് പല സ്ഥലങ്ങളിലും രേഖപ്പെടുത്തുന്ന താപനില. ഇതിനെല്ലാം അവഗണിച്ചാണ് അവിടെ തന്നെ തുടരും, പ്രതിഷേധങ്ങൾ തുടരും എന്നാണ് ഇപ്പോൾ അവർ അറിയിച്ചിട്ടുള്ളത്. നിതിൻ അംബുജനാണ് നമുക്ക് വിവരങ്ങൾ നൽകിയത്.